6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നന്ദിക്കരയിലെ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചു. ഇൻ്റർനെറ്റിൽ അതിങ്ങനെ കുറേ ഓടി അവസാനം ആ വീഡിയോ ഓട്ടത്തിൽ ഒടുവിൽ ചെന്നുപെട്ടത് ഇസൈജ്ഞാനി ഇളയരാജയുടെ ശ്രദ്ധയിലാണ്. അതോടെ വീണ്ടും വൈറലായി ആ വീഡിയോ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ പുരാണം കേൾക്കണ്ടേ? ഇതാ കേട്ടുള്ളൂ. ബാസ്റ്റിൻ വിനയ് സുന്ദർ എന്ന കൊമ്പനെ തലോടിക്കൊണ്ട് പാട്ടുപാടുന്ന വീഡിയോ 6 വർഷം മുൻപാണ് ഗായകൻ ശ്രീകുമാർ നന്ദിക്കര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഈ വീഡിയോ കണ്ടതിനെക്കുറിച്ച് പാട്ടിന്റെ സൃഷ്ടാവായ ഇളയരാജ തന്നെ പറയുകയുണ്ടായി. தூக்கம் வராம திருச்சூர் கோயில்ல அலட்டிக்கிட்டு மதம் பிடிக்கிற லெவலுக்கு போன யானைக்கு என்னுடைய தாலாட்டு பாட்டு மலையாளத்தில் நான் பண்ண படத்தினுடைய தாலாட்டு பாட்டு பாடி அந்த யானை பாகன் தாலாட்டு பாடினா அது தூங்குது. அது வீடியோ வெளியில வந்தது, எல்லாரும் பார்த்துருப்பீங்க. വീഡിയോ വെളിയിൽ യാന തൂങ്ങുന്നത്. ഇത് എപ്പടി സാധ്യം? ഇതോടെ ഇളയരാജയുടെ വാക്കും ആനയ്ക്ക് വേണ്ടിയുള്ള ശ്രീകുമാറിന്റെ പാട്ടും ചേർത്ത് വെച്ച വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ തരംഗമായി. അല്ലീളം പൂവോ ഇല്ലിമൂളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ. അന്ന് ആനനെ കുളിപ്പിക്കാൻ നേരത്ത് ആനയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഞങ്ങളെല്ലാവരും ആനക്കെടുത്തും. അപ്പോൾ ചവിട്ടിലിങ്ങനെ പാട്ട് പാടി കൊടുക്കും. അപ്പോൾ എന്നും കുളിപ്പിക്കാൻ നേരത്ത് ഇതേപോലെ ചെയ്യണ്ടായിരുന്നു, പാട്ട് പാടി കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് അന്ന് ഈ വീഡിയോ ഇങ്ങനെ വൈറലായത്. ഇളയരാജ വീഡിയോ കണ്ടെന്നറിഞ്ഞതിലെ സന്തോഷം വിലമതിക്കാനാകാത്തതെന്ന് ശ്രീകുമാർ. എന്നെ പോലെ ഒരു സാധാരണ ഒരു പാട്ടുകാരന് ഇത്രയും ഗ്രേറ്റ് മ്യൂസീഷ്യൻ ഇളയരാജ സാറ് ഇങ്ങനൊരു വാക്ക് നമ്മളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ താങ്ക് ഗോഡ്. എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്. അത്രയും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് കരിങ്കാളിയല്ലേ എന്ന ആൽബത്തിലൂടെയാണ് ശ്രീകുമാറിനെ മലയാളികൾക്ക് കൂടുതൽ പരിചയം. ജട കെട്ടിയ കാർ മുടിക്കെന്തിനി മുല്ലപ്പൂ മലര് കല്ലിത്തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്. പാട്ടു തന്നെയാണ് ശ്രീകുമാറിന്റെ ജീവിതത്തിലെ സന്തോഷം. അതിനിടയിൽ വീണുകിട്ടിയ ഇളയരാജയുടെ വാക്കുകൾ ജീവിതത്തിന് കൂടുതൽ പ്രകാശം പരത്തുന്നുവെന്ന് ശ്രീകുമാർ പറയുന്നു. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, മനസ്സിലായല്ലോ നന്ദിക്കരയിലെ ശ്രീകുമാർ ഗായകൻ തെളിയിക്കുന്ന ഒരു കാര്യം. ഒരു ആനയെ പാടി ഉറക്കാനും ഒരു പാട്ടിന് കഴിയും. അതാണ് ഏറ്റവും പ്രശസ്തമായ എം ഡി രാജേന്ദ്രൻ്റെ അല്ലിയിളം പൂവ് എന്നുള്ള പാട്ട്. ഇതാണ് ഇളയരാജ ശ്രദ്ധിച്ചതും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞതും.